കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പാലിയേറ്റീവ് സംഘം സംഘടിപ്പിച്ച കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി കനിവ് ജില്ലാ സെക്രട്ടറി MB ഉദയൻ ഉദ്ഘാടനം ചെയ്തു. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു. കനിവ് ജില്ലാ സെക്രട്ടറി MB ഉദയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി സെന്റർ ഇവിടെ ഒരു വർഷം കൊണ്ട് 1000 പേർ പുറത്തിറങ്ങി. അപ്പൊ 22 കേന്ദ്രങ്ങളിലോ 22,000 പേർ പുറത്തിറങ്ങി. അത് ചികിത്സ നേടി പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് 500 രൂപ മിനിമം കൂട്ടും. നിങ്ങൾ മിനിമം 500 രൂപ കണക്കാക്കിയ ദിവസത്തെ സേവനത്തിന് ഡോക്ടർ വന്ന് വീട്ടിൽ കാണുന്ന 500 രൂപ ചെലവാകും നമുക്ക്. അത് ഒരു ദിവസം 20 പേരുടെ വരികയാണെങ്കിലോ 20 പേർ 500 രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ചെലവഴിക്കാൻ എത്ര രൂപയായി? സംഖ്യ ഒന്നില്ലേ? അത് ഒരാഴ്ച എത്രയായി? ഒരു മാസം എത്രയായി? ഒരു വർഷത്തേക്കാണെങ്കിലോ? അപ്പൊ എത്രയോ കോടി രൂപയുടെ സേവനമാണ് നിസ്സാരമായ അല്ലെങ്കിൽ സൗജന്യമായി തന്നെ ഈ സെന്ററിൽ നമുക്ക് ലഭ്യമാക്കുന്നത് എന്ന് അല്പം ഇരുത്തി ചിന്തിച്ചാൽ മതി. കനിവ് ഏരിയ ചെയർമാൻ MA സഹിർ അധ്യക്ഷനായ ചടങ്ങിൽ മൂവാറ്റുപുഴ MCS ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ ഷിബിൻ മുഹമ്മദ് പാലിയേറ്റീവ് സന്ദേശം നൽകി. ഫിസിയോതെറാപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസിനാണ് നമ്മൾ കൂടുതൽ ഫിസിയോതെറാപ്പി ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അത് ഒഴിവാക്കാനാണ് യൂഷ്വലി നോക്കാൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പേഷ്യൻ്റ് നമുക്ക് കിട്ടുമോ അത്രയും പെട്ടെന്ന് പേഷ്യൻ്റ് റിക്കവർ ആവും. ഇപ്പോൾ സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് നമ്മൾ ഒരു 4.5 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് റിക്കവറി ടൈം എന്ന് പറയുന്നത് ഇച്ചിരി ലോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ കൂടുതൽ ഫിസിയോതെറാപ്പി അങ്ങനത്തെ കേസുകളിലോട്ട് പോകും. ഭൂരിഭാഗം ഇവിടെ കുറച്ച് പേർക്ക് സ്ട്രോക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളവരുണ്ടാവും, കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള. ഇപ്പോൾ ഇവരുടെയൊക്കെ കേസ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ആ ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ അത്ര ആ ഒരു സമയം വൈകി പോയി കാണും. ചിലപ്പോൾ രാവിലെ ഇതുപോലെ കൈനോ കാലിനോ ബലക്കുറവ് തോന്നി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബലക്കുറവ് തോന്നി. ഇവരെത്തിച്ചേക്കുന്ന ആശുപത്രിയിൽ ടൈം വിൻഡോ പീരീഡ് എന്ന് പറയും. ആ ടൈം 4.5 മണിക്കൂർ കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആരും പെട്ടെന്ന് അയാളെ നമുക്കിപ്പോൾ അയാളുടെ ശരീരത്തിന് മുഴുവൻ നമുക്ക് കിട്ടത്തില്ല. ഏതാണ്ട് ഒരു 80% വരെയൊക്കെ നമുക്ക് മാക്സിമം പഴയ പോയ ശക്തി ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ ഫിസിയോ ചെയ്ത് ചിലപ്പോൾ 1-2 വർഷങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരാം. എന്നാൽ കൂടെ അവരെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാറുണ്ട്. കനിവ് പാലിയേറ്റീവ് മേഖലാ പ്രവർത്തകരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. കനിവ് ഏരിയ സെക്രട്ടറി KK സുമേഷ്, ഏരിയ ട്രഷറർ MR പ്രഭാകരൻ, ഡയറക്ടർമാരായ KN ജയപ്രകാശ്, ഡോക്ടർ സ്നേഹചന്ദ്രൻ, എബി പോൾ, മിനി ബൈജു, AE സക്കീർ, ഫിസിയോതെറാപ്പിസ്റ്റ് എമിൽ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.